തത്വമസി എന്ന് പറയുന്ന ആ വേദവാക്യത്തിന്റെ രഹസ്യം നമുക്ക് മനസ്സിലാക്കും. സ്വാമിയേ ശരണമയ്യപ്പ. സന്തോഷി. സ്വാമിയേ ശരണമയ്യപ്പ. നമസ്തേ മോഹൻജി. നമസ്തേ നമസ്തേ. ആ ദേവന്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സാന്നിധ്യമുള്ള ഇടങ്ങളെല്ലാം സന്നിധികളാണ്. നമ്മളെ എല്ലായിടത്തും ദേവസന്നിധികളാക്കണം. എല്ലാം മാലിന്യത്തിൽ നിന്ന് മുക്തീകരിച്ച് ശുദ്ധീകരിച്ച് പഞ്ചഭൂതങ്ങളുടെ പരിശോഭിതമായിരിക്കുന്ന അവസ്ഥയിൽ ദ്രവ്യത്തിന്റെ മുഖങ്ങളെ തീർക്കുന്ന ഇടങ്ങളാക്കണം. അപ്പോൾ അതെല്ലാം ദേവസന്നിധികളാകും. ദ്രവ്യത്തിന്റെ ഏറ്റവും പരിശോഭിതമായിരിക്കുന്ന അവസ്ഥയാണ് ദേവസന്നിധി എന്ന് വെച്ചാൽ ജീവനെ ജനിപ്പിക്കുന്നതിന് കാരണമായിരിക്കുന്ന പരമാണു 30 കൂടിയതിനെ ജനിപ്പിക്കുന്ന ഒരവസ്ഥ. സർവചരാചരങ്ങളെയും പുനർസൃഷ്ടിക്കുവാൻ സ്ഥിതി ചെയ്യിപ്പിക്കുവാൻ ശേഷിയുള്ള ഒരവസ്ഥയെ സൃഷ്ടിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠ പരിശോഭിതമായിരിക്കുന്ന ജീവനെ നിലനിർത്തുന്ന അവസ്ഥയാണ്. ആ ദൈവം എന്ന് പറയുന്നത് അത് അറിവിന്റെ ഉത്ഭവസ്ഥാനമാണ് അല്ലേ? ദൈവം എന്ന് പറയുന്നത് അറിവാണ്. അറിവാവണം ദൈവം. ശ്രീധർമ്മശാസ്ത്രം എന്ന് പറഞ്ഞാൽ ആ ധർമ്മതത്വത്തെ, ആ തത്വമസ്യാദി വാക്യത്തിന്റെ അർത്ഥത്തെ ഗ്രഹിക്കുന്ന ധർമ്മശാസ്ത്രമാണ്, മനുഷ്യന്റെ ധർമ്മശാസ്ത്രമാണ്. അതാണ് ശ്രീധർമ്മശാസ്ത്രം. ശ്രീധർമ്മശാസ്ത്രം എന്ന് പറയുന്നത് നമ്മളുടെ ഈ സനാതന ധർമ്മശാസ്ത്രമാണ്. അറിവാണ് ദൈവം, അറിവാകണം ദൈവം. അന്ധവിശ്വാസമാകരുത് നമ്മളുടെ ദൈവവിശ്വാസം. അപ്പൊ അറിവാണ് ദൈവമെങ്കിൽ, ശാസ്ത്രമാണ് ദൈവമെങ്കിൽ, നമ്മളുടെ കയ്യിലുണ്ടാകേണ്ടത്, നമ്മളോട് ചേർന്നിരിക്കേണ്ടത്, നമ്മളുടെ കൂടെ ഉണ്ടാവേണ്ട ദൈവം എന്ന് പറയുന്നത് അറിവാകണം. അറിവാകുമ്പോഴാണ് നമ്മൾ ദൈവത്തെ പോലെ ആകുന്നത്. അറിവും അറിവുള്ളവനും ഒന്നാകുന്നത് അവിടെയാണ്. അവിടെയാണ് ശാസ്താവും അയ്യനും അയ്യപ്പനും ഒന്നാകുന്നത്, ദൈവവും മനുഷ്യനും ഒന്നാകുന്നത്, അറിവും അറിവുള്ളവനും ഒന്നാകുന്നത്. അറിവ് എവിടെയാണ് പ്രകാശിക്കുന്നത്? മനസ്സിലാണ് പ്രകാശിക്കുന്നത്. അവിടെ ശാസ്താവും അയ്യനും അയ്യപ്പനും ദൈവമാണ്, ഭക്തനും ദൈവമാണ്. അവിടെ ദൈവവും ഭക്തനും അവിടെ ശബരിമലയിൽ ഒന്നാണ്. അയ്യപ്പ എന്ന് ഓരോ ഭക്തനെയും വിളിക്കുന്നതിന് കാരണം അറിവും അറിവുള്ളവനും ഒന്നാണ് അവിടെ. അതാണ് അവിടെ സമത്വമുണ്ട്. സമത്വമുണ്ട്. നമ്മൾ വിലയം പ്രാപിക്കേണ്ടത് ശാസ്ത്രത്തിലാണ്. നമ്മൾ ആശ്രയിക്കേണ്ടത് എന്തിലാണ്? ശാസ്ത്രത്തിലാണ്. ശബരിമല അയ്യപ്പ സന്നിധാനത്തിൽ എത്തുന്നവരെല്ലാം സമത്വമുള്ളവരാണ്. അവിടെ എത്തുമ്പോൾ സമത്വഭാവം ഉണ്ടാവണം. അവിടെ എത്തുമ്പോൾ, അതായത് നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, തത്വം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. തത്വശാസ്ത്രം എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള വേ ആണ്. ആ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ കയ്യിലുള്ള ശസ്ത്രത്തെ, ആയുധത്തെ ശരംകുത്തിയിൽ ഉപേക്ഷിച്ച് ശാസ്ത്രത്തിൽ വിലയം പ്രാപിക്കുന്ന രീതിയിലാണ്. നമ്മൾ ശാസ്ത്രത്തിന്റെ ആനുകൂല്യത്തെ പൂർണ്ണമായും സ്വീകരിക്കുന്ന ശാസ്ത്രവിശ്വാസിയായിട്ടാണ് നമ്മൾ മാറേണ്ടത്. അപ്പൊ ശാസ്ത്രത്തെ സ്വീകരിക്കുന്നതിന് ശസ്ത്രത്തിന്റെ ആവശ്യമില്ല. ഇല്ല. ആയുധം എന്ന് പറയുന്നത് ശാസ്ത്രത്തിന്റെ സംഭാവനയാണ്. പക്ഷെ ശസ്ത്രമല്ല ശാസ്ത്രം. ശാസ്ത്രത്തിന് ഒരു ലക്ഷ്യസ്ഥാനത്ത് വരെ സഞ്ചരിക്കാൻ പറ്റുള്ളൂ. ശാസ്ത്രം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ശാസ്താവ് സഞ്ചരിക്കുന്നത് വാചിയുടെ പുറത്താണ്. ചിറകുകളുള്ള, സാങ്കല്പികമായിട്ടുള്ള ചിറകുകളുള്ള കുതിരയുടെ പുറത്ത് അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ശാസ്ത്രത്തിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ശാസ്താവ് സഞ്ചരിക്കുന്നത് ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന വാചിയുടെ പുറത്താണ്. ചിറകുകളുള്ള കുതിരയുടെ പുറത്താണ് ശാസ്താവ് സഞ്ചരിക്കുന്നത്. ശാസ്ത്രം അങ്ങനെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ശാസ്ത്രത്തിൽ വിശ്വസിക്കുകയും ആ ശാസ്താവിൽ, ആ അറിവിൽ, ആ ശ്രീധർമ്മശാസ്ത്രത്തിൽ ജീവിക്കുകയും അതിൽ വിലയം പ്രാപിക്കുകയും ചെയ്യണം. അറിവിനെയാണ് നമ്മൾ വിലയം പ്രാപിക്കേണ്ടത്, ആശ്രയിക്കേണ്ടത്, അജ്ഞതയല്ല, അന്ധവിശ്വാസത്തെയല്ല. ഇപ്പോ ഇവിടുത്തെ ഭക്തർക്ക് അറിയാൻ വേണ്ടി ഞാൻ ഒരു ചോദ്യം കൂടെ അങ്ങോട്ട് ചോദിക്കുകയാണ്. അറിവ് എന്നുള്ളതാണ് ശാസ്ത്രം, ശാസ്താവ്. അതെ. അപ്പൊ അയ്യപ്പൻ, നമ്മളിപ്പോ അയ്യപ്പൻ എന്ന് കൂടെ പറയുന്നുണ്ടല്ലോ ശാസ്താവിനെ. മണികണ്ഠൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് രണ്ടും ഒന്നാകുന്നത്? എങ്ങനെയാണ്? ആര്യ എന്നതിന്റെ തൽഭവമാണ് അയ്യ, ആര്യങ്കാവ്, അയ്യങ്കാവ്. ശ്രേഷ്ഠമായിട്ടുള്ള ആര്യനെല്ല്, ആര്യങ്കാള എന്ന് പറയുന്നത്, ഇതെല്ലാം പറയുന്നത് ആര്യ എന്ന് പറയുന്നതിന്റെ തൽഭവമാണ് അയ്യ. അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ മണികണ്ഠനാണ്. മണികണ്ഠനാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആര്യ എന്ന് പറയുന്ന വസ്തുതയിലേക്ക് എത്തുന്നത് ജ്ഞാനത്താൽ. അപ്പൊ നമ്മളെല്ലാവരും ആ ജ്ഞാനത്തെ ധരിക്കുവാൻ, ആ ശാസ്ത്രത്തിൽ വിലയം പ്രാപിക്കുവാൻ എങ്ങനെയാണോ ശബരിമലയിലേക്ക് അയ്യപ്പൻ പോയത്, അതേ മാർഗത്തിൽ തന്നെയാണ് ഓരോ ഭക്തജനങ്ങളും 41 ദിവസത്തെ വ്രതം നോറ്റുകൊണ്ട് ഈ ശൂരപത്മാവ് എന്ന് പറയുന്ന സൂര്യതാപത്തെ ഹനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശാസ്ത്ര യുദ്ധത്തിലായിട്ട്
ശബരിമലയിലേക്ക് പോകുന്നത്. ആ ശാസ്ത്ര യുദ്ധത്തിന് ആയുധവും ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത്. ഈ പ്രകൃതിയെ മനസ്സിലാക്കുവാൻ, പ്രകൃതിയെ അടുത്തറിയുവാൻ, ശാസ്ത്രത്തെ ധരിക്കുവാനായിട്ട് ആണ് നമ്മൾ പോകുന്നത്. ശാസ്ത്രത്തെ ഉപേക്ഷിച്ച്. സന്തോഷി, അപ്പൊ ഒരു കാര്യം കൂടെ ഉണ്ട്, ചോദ്യം കൂടെ ഉണ്ട്. ഈ അയ്യപ്പനും അയ്യപ്പ ഭക്തനും ശാസ്താവും ഒന്ന് തന്നെയാണോ? അറിവും അറിവുള്ളവനും ഒന്നാകുന്നത് പോലെ അയ്യപ്പൻ ശാസ്താവിൽ വിലയം പ്രാപിച്ചവനാണ്. അറിവിലാണ് നമ്മൾ വിലയം പ്രാപിക്കേണ്ടത്. ഓരോ അയ്യപ്പന്മാരും അറിവിലാണ് വിലയം പ്രാപിക്കുന്നത്. അവിടെയാണ് ഭക്തനും ദൈവവും. അയ്യപ്പ ഭക്തനും അയ്യപ്പനും ശാസ്താവും ഒന്ന് തന്നെയാണോ? ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അറിവാണ്. അറിവാണ്. ശ്രീധർമ്മശാസ്താവ് എന്ന് പറഞ്ഞാൽ അറിവാണ്. ഈ ധർമ്മത്തിൽ വിശ്വസിക്കുന്ന അറിവാണ്. നമ്മളുടെ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന വസ്തുത എന്താണ്, ജീവന് കാരണമായിരിക്കുന്ന വസ്തുത എന്താണെന്നുള്ള പരമാർത്ഥ തത്വത്തെ അറിഞ്ഞ അറിവാണ് ശ്രീധർമ്മശാസ്ത്രം. ശ്രീധർമ്മശാസ്ത്രം എന്ന് പറഞ്ഞാൽ അറിവാണ്. ആ ശാസ്ത്രത്തിന്റെ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് ശബരി പീഠത്തിലാണ്, ശബരിമലയിലാണ് ആ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത്. ആ അറിവിലാണ് നമ്മൾ വിലയം പ്രാപിക്കുന്നത്. അവിടെ നമ്മൾ ശ്രേഷ്ഠരായി ചെന്നിട്ട് അയ്യനായി ചെന്ന്, അയ്യൻ എങ്ങനെയാണോ, മണികണ്ഠൻ എങ്ങനെയാണോ ശബരിമലയിലേക്ക് എത്തി ആ അറിവിൽ വിലയം പ്രാപിച്ചത്, ആ അറിവിനെ ഉൾക്കൊണ്ടത്, ആ അറിവിനെ സ്വീകരിച്ചത്, ആ ആചാരങ്ങളെ ചിട്ടപ്പെടുത്തിയത്, ആ ആചരണ പദ്ധതികളെ എങ്ങനെയാണോ രൂപപ്പെടുത്തിയത്, അതുപോലെ തന്നെയാണ് ഓരോ അയ്യപ്പ ഭക്തന്മാരും അവിടെ എത്തേണ്ടത്. അപ്പോൾ മാത്രമാണ് അറിവും അറിവുള്ളവനും ഒന്നാകുന്നത്. അയ്യപ്പൻ ശാസ്താവിൽ വിലയം പ്രാപിച്ചതുപോലെ ആകുമ്പോൾ മാത്രമാണ് തത്വമസിയിലെത്തുന്നത്, അല്ലേ? അവിടെ ശബരിമലയിലെത്തി, അയ്യപ്പ സന്നിധാനത്തിലെത്തി, ആ അറിവിൽ വിലയം പ്രാപിച്ച, അല്ലെങ്കിൽ ആ അറിവ് സ്വായത്തമായി കഴിയുമ്പോഴാണ് ഭക്തനും ഭഗവാനും ഒന്നാകുന്നത്. അവിടെയാണ് ഗുരുസ്വാമി പട്ടം നമുക്ക് കിട്ടുന്നത്. അവിടെയാണ് അറിവും അറിവുള്ളവനും ഒന്നാകുന്നത്, ഭക്തനും ദൈവവും ഒന്നാകുന്നത്. അങ്ങനെ ഒരു സംവിധാനം, അല്ലെ അങ്ങനെ ഒരു സംഭവം, അല്ലെ അങ്ങനെ ഒരു പ്രദേശം, അങ്ങനെ ഒരു സ്ഥാനം അത് ശബരിമല മാത്രമേ ഉള്ളൂ, അല്ലേ? തീർച്ചയായിട്ടും. അത് ശബരിമല എന്ന് പറഞ്ഞാൽ ലോകമാതാവിന്റെ പീഠമാണ്. ലോകമാതാവ് മാളികപ്പുറത്തമ്മയാണ്. നമ്മളുടെ മാളികയുടെ പുറത്തെത്തുന്ന ആ ലോകമാതാവ് എന്ന് പറയുന്നത് ജലമാണ്, ശബരമാണ്. ശബരം ശബ്ദത്തിന് കാരണമായിരിക്കുന്ന വസ്തുതയാണ്. ശബരം എന്ന് പറഞ്ഞാൽ അർത്ഥം ജലമെന്നാണ്. ശബരൻ എന്ന് പറഞ്ഞാലോ ശിവനാണ്. ലോകമാതാവ് എന്ന് പറയുന്നത് പാർവതിയാണ്. ഈ ജീവൻ എന്ന് പറയുന്നത് ജലമാണ്. ആ ജീവന്റെ പീഠമാണ് ശബരി പീഠം. ശബരത്തെ ജനിപ്പിക്കുന്ന, ശബ്ദത്തെ ജനിപ്പിക്കുന്ന പീഠമാണ് ശബരി പീഠം. ആ ശ്രീധർമ്മ ശാസ്ത്രത്തിലാണ്, പരമാർത്ഥ തത്വത്തെ അറിഞ്ഞ ശ്രീധർമ്മ ശാസ്ത്രത്തിലാണ് ലോകമാതാവായിരിക്കുന്ന മാളികപ്പുറത്തമ്മയെ, ജലത്തെ ആ പീഠത്തിലാണ് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ആ ശബരി പീഠത്തിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ശബരൻ എന്ന് പറഞ്ഞാൽ ശിവനാണ്, ശബരി എന്ന് പറഞ്ഞാൽ പാർവതിയാണ്. ശബ്ദത്തെ ജനിപ്പിക്കുന്നത് ജലമാണ്. ശരണം വിളിച്ചുകൊണ്ട് ശബ്ദത്തെ ഉയർത്തിക്കൊണ്ട് ശബരി പീഠത്തിലേക്ക് ചെല്ലുന്നത് ലോകമാതാവായിരിക്കുന്ന മാളികപ്പുറത്തമ്മയെ അവിടെ പ്രതിഷ്ഠിച്ചുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആകാശത്തിലൂടെ വാതക രൂപത്തിൽ പോകുന്ന ജലത്തെ മണ്ണിന്റെ ഉപരിതലത്തിൽ ദ്രവ്യാവസ്ഥയിൽ ദ്രവ്യ ഇടം തീർത്തുകൊണ്ട്, ദ്രാവിഡ ദേശം തീർത്തുകൊണ്ട് പ്രതിഷ്ഠിച്ചുറപ്പിച്ചിരിക്കുന്ന പീഠം, ആ ശബരി പീഠം എന്ന് പറയുന്നത്, ദ്രാവിഡ പീഠങ്ങളുടെ പീഠം എന്ന് പറയുന്നത് ശബരി പീഠമാണ്. ആ പഞ്ചദ്രാവിഡ ദേശത്തിന്റെ പീഠങ്ങളുടെ പീഠമാണ് ശബരി പീഠം. അവിടെയാണ് ഈ അയ്യപ്പന്റെ അല്ലെങ്കിൽ ശാസ്താവിന്റെ ഈ പൂങ്കാവനത്തിനുള്ള മോഹിനി സുതനെന്നും കൂടെ പറയുന്നുണ്ടല്ലോ അയ്യപ്പനെ, ശാസ്താവിനെ. അതായത് ഈ പ്രപഞ്ചത്തിൽ നിന്നും, അതായത് ജീവാത്മശക്തി എന്ന് നമ്മൾ പറഞ്ഞില്ലേ, പ്ലാന്റിനെ, സസ്യലോകത്തെ, അത് ശക്തിയാണ്, ജീവാത്മശക്തിയാണ്. അത് പുരുഷഭാവമാണ്, അത് വിഷ്ണുവാണ്. വിഷ്ണു എന്ന് പറഞ്ഞാൽ വൃക്ഷലോകം എന്നാണ് അർത്ഥം. ഹരി എന്ന് പറഞ്ഞാൽ ഹരിതലോകം എന്നാണ് അർത്ഥം. ആ താപത്തെ ഹരിക്കുന്ന ഹരിയാണ് നമ്മുടെ സ്ഥിതിപാലകനായിരിക്കുന്ന വിഷ്ണു. ഈ വൈകുണ്ഠലോകം, നമ്മളുടെ കുണ്ഠിതങ്ങളെ അകറ്റുന്ന, ദുഃഖങ്ങളെ അകറ്റുന്ന, നമുക്ക് ജീവനാംശത്തെ നൽകുന്ന ആ സത്യലോകത്തിലെ പുരുഷഭാവമാണ് വിഷ്ണു. വൃക്ഷലോകം എന്ന് പറയുന്നത്, വിഷ്ണുവിന്റെ ലോകം എന്ന് പറയുന്നത് പുരുഷനാമങ്ങളാണ്. ആഞ്ഞിലി, തേക്ക്, ഈട്ടി, പേരാൽ, അരയാല്, ഇതെല്ലാം പുരുഷനാമങ്ങളാണ്. ഈ പുരുഷനാമമായിരിക്കുന്ന മഹാവൃക്ഷ പ്രകൃതി അവിടെ നിന്നാൽ മതി കടലിൽ കിടക്കുന്ന ജലത്തെ അവിടെ എത്തിക്കാൻ. എന്നാൽ
ഈ മഹാവൈഷ്ണവ ശക്തിയുടെ ശ്രീഭാവമുണ്ട്. അത് ദുർഗാഭാവം എന്ന് പറയും. ചെറുവൃക്ഷങ്ങളും ചെടികളുമാണ്. എല്ലാം പേര് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. രാജമല്ലി, ചെത്തി, ചെമ്പരത്തി തുടങ്ങിയ എല്ലാ ചെറിയ ചെടികളും ശ്രീനാമങ്ങളാണ്. ശരിയാ, ശ്രീ പേരുകളാണ്. എല്ലാ പൂക്കൾക്കും ശ്രീനാമങ്ങളാണ്. എല്ലാ നദികൾക്കും ശ്രീനാമങ്ങളാണ്. രാത്രിക്ക് ശ്രീനാമങ്ങളാണ്. രജനി, നിശീതിനി, നിശ എന്നൊക്കെ പറയുന്നത് ശ്രീനാമങ്ങളാണ്. ഡാർക്ക് എനർജി എല്ലാം ശ്രീനാമങ്ങളാണ്. അതായത് ചൈതന്യമാണത്. ജലം ചൈതന്യമാണ്, രാത്രി ചൈതന്യമാണ്, ജന്തുലോകം ചൈതന്യമാണ്, വൃക്ഷലോകം ശക്തിയാണ്, അഗ്നി ശക്തിയാണ്, മണ്ണ് ശിവൻ ശക്തിയാണ്. ശിവന് ശക്തിയുണ്ട്, പക്ഷെ ചൈതന്യത്തെ ഏകുന്നത് ജലമാണ്. ശൈവ ശക്തി എന്ന് പറയുന്നത് ശിവശക്തിയാണ്. ശിവന് ചൈതന്യമേകുന്നത് പാർവതിയാണ്, ജലമാണ്. മണ്ണും ജലവും കൂടി ചേരുമ്പോഴാണ് പ്രോട്ടോൺ എന്ന് പറയുന്ന കണം ഉണ്ടാവുന്നത്. അഗ്നിയും ആകാശവും ചേരുമ്പോഴാണ് ഇലക്ട്രോൺ എന്ന് പറയുന്ന കണം ഉണ്ടാവുന്നത്. അപ്പോ ആ മഹാവൈഷ്ണവ ശക്തിയുടെ മോഹിനീഭാവമായിരിക്കുന്ന ദുർഗാഭാവത്തിലുള്ള വൃക്ഷങ്ങളിൽ നിന്നും ജനിക്കുന്നതാണ് തലകളുള്ള ലോകം, പരമാത്മ ചൈതന്യമായിരിക്കുന്ന ജന്തുലോകം എന്ന് നമ്മൾ തിരിച്ചറിയണം. അതായത് മഹാവൈഷ്ണവ ശക്തിയുടെ ശ്രീഭാവമായിരിക്കുന്ന ചെറുവൃക്ഷങ്ങളും ചെടികളും ചേർന്ന ആ മോഹിനീഭാവം, ജലത്തിന്റെ മായയാണ് സസ്യലോകവും നമ്മളുമെല്ലാം, ജീവനെല്ലാം. ആ ജീവന്റെ മഹാവൈഷ്ണവ ശക്തിയുടെ മോഹിനീഭാവമായിരിക്കുന്ന ശ്രീഭാവമായിരിക്കുന്ന ദുർഗാഭാവം എന്ന് പറയുന്ന കരിനീലി ഭാവത്തിലുള്ള ആ വൈഷ്ണവ ശക്തിയുടെ മോഹിനീഭാവത്തിൽ നിന്നും ജനിച്ചതാണ് പരമാത്മ ചൈതന്യമായിരിക്കുന്ന ജന്തുലോകം, തലകളുള്ള ലോകം, പരമാത്മ ചൈതന്യമായിരിക്കുന്ന ചരിക്കുന്ന ലോകം എന്ന് തിരിച്ചറിഞ്ഞാൽ. അപ്പൊ സന്തോഷി, അറിവിൽ നിന്നാണ്, ജീവാത്മ ശക്തിയിൽ നിന്നിട്ടാണ് പരമാത്മ ചൈതന്യം ഉണ്ടാകുന്നത്. പരമാത്മ ചൈതന്യമാണ് അതിന്റെ ഏറ്റവും ശ്രേഷ്ഠ ജന്മമായിരിക്കുന്ന വിഷ്ണുവിന്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വിഷ്ണുമായ കുട്ടിച്ചാത്തൻ എന്ന് പറയുന്നത് ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യനാണ്. അതായത് വിഷ്ണുമായ എന്ന് പറയുന്നതും മനുഷ്യനാണ്. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അറിവ് മനുഷ്യന്റേതാണ്. ആ ശാസ്ത്രവിശ്വാസിയാണ് മനുഷ്യൻ. ആ ശാസ്ത്രവിശ്വാസത്തിലാണ് നമ്മൾ തിരിച്ചറിയുന്നത് സൃഷ്ടിയുടെ ഏറ്റവും ശ്രേഷ്ഠ ജന്മമായിട്ട് മാറിയിരിക്കുന്ന, ശ്രേഷ്ഠനായിരിക്കുന്ന, അതായത് ആര്യനായിരിക്കുന്ന മനുഷ്യനാണ് നമ്മൾ ശാസ്ത്രത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. സൃഷ്ടിയുടെ മഹാവൈഭവത്തെ കുറിച്ച്, ജീവന്റെ കാരണമായിരിക്കുന്ന മഹാവൈഭവ ശക്തിയുടെ സകല കാരണവും അറിഞ്ഞ ആ അറിവാണ് ശ്രീധർമ്മശാസ്ത്രത്തിന് കാരണമായിരിക്കുന്നത്. ആ അറിവാണ് സൃഷ്ടിയുടെ കാരണമായിരിക്കുന്ന മുഴുവൻ അറിവുകളെയും തിരിച്ചറിയുമ്പോൾ മാത്രമാണ് നമുക്ക് മനുഷ്യൻ എന്ന് പറയുള്ളൂ. അവിടെയാണ് മനനശേഷി എന്ന് പറയുന്നത്. നമ്മളുടെ വൈഭവത്തിന് കാരണം എന്താണ്, നമ്മളുടെ ജീവന് കാരണം എന്താണ്, ഈ പ്രപഞ്ചത്തിൽ ജീവൻ നിലനിൽക്കുന്നതിന് കാരണം എന്താണ് എന്നുള്ള തിരിച്ചറിവിലാണ് ശ്രീധർമ്മശാസ്ത്രം അവിടെ പ്രതിഷ്ഠിതമാകുന്നത്. ജലം ജീവനാകുന്നു, ആ ജീവൻ നമ്മളാകുന്നു. ജീവന്റെ ശബ്ദം ജനിപ്പിക്കുന്നത് ശബരമാകുന്നു, അതായത് ജലമാകുന്നു. ആ ജലത്തിൽ നിന്നാണ് ജീവൻ ജനിക്കുന്നത്. ആ ജലമാണ്, ആ ജലത്തിന്റെ പീഠമാണ് ശബരിപീഠം. ആ ജലം പാർവതിയാണ്. ആ പാർവതി ലോകമാതാവാണ്. മധുര മീനാക്ഷി എന്ന് പറയുന്നത് ശബരൻ ശിവനാണ്, ശബരി ജലമാണ്, അത് പാർവതിയാണ്. ശബരൻ മണ്ണാണ്, ഭൂമിയാണ്, അത് ശിവനാണ്. മഹാവിഷ്ണുപ്രകൃതിയുടെ പുരുഷഭാവമാണ് മഹാവിഷ്ണു, അല്ലേ? ആ മഹാവൈഷ്ണവ ശക്തിയുടെ പുരുഷഭാവമാണ് മഹാവിഷ്ണു. അതിന്റെ സ്ത്രീഭാവമാണ്, അതായത് ജാതി തൊട്ട് താഴത്തേക്കുള്ള ചെറിയ വൃക്ഷങ്ങളും ചെടികളും ലതകളും പയൽ സസ്യങ്ങളും പൂപ്പൽ സസ്യങ്ങളും എല്ലാമാണ് മഹാവിഷ്ണുവിന്റെ മോഹിനീഭാവം എന്ന് പറയുന്നത്. ആ മോഹിനീഭാവത്തിൽ നിന്നും ജനിക്കുന്നതാണ് ജന്തുലോകം, അതായത് പരമാത്മ ചൈതന്യമായിരിക്കുന്ന ജന്തുലോകം. മഹാവൈഷ്ണവ ശക്തിയുടെ അസ്തിത്വത്തിൽ നിന്നും മാത്രമാണ് പരമാത്മ ചൈതന്യം ജനിക്കുന്നത്. നമുക്ക് ജീവനാംശം തരുന്നത് ഈ നമ്മളുടെ പിതൃസ്ഥാനത്ത് നിൽക്കുന്ന നമ്മളുടെ സസ്യപ്രകൃതിയാണ്, വൃക്ഷപ്രകൃതിയാണ്. പക്ഷെ ജീവനാംശത്തെ തരുന്ന ആ സസ്യലോകത്തിന് ജീവനെ കൊടുക്കുന്നത് പരമാത്മ ചൈതന്യമായിരിക്കുന്ന ജന്തുലോകമാണ്. അവരുടെ പരാഗണങ്ങളെ മുഴുവൻ നടത്തി കൊടുക്കുന്നത് ജന്തുലോകമായിരിക്കുന്ന നമ്മളാണ്. ജീവനെ കൊടുത്തിട്ട് ജീവനാംശത്തെ വാങ്ങിക്കുകയാണ്. അങ്ങ് ഇപ്പൊ പറഞ്ഞ ഇത് പൂർണ്ണമായി മനസ്സിലാക്കുമ്പോഴാണ് തത്വമസിയാകുന്നത്, അല്ലേ? അതെ, തത്വമസി എന്ന് പറയുന്നതിന് വേറൊരു കാരണവും കൂടിയുണ്ട്. അവിടെയാണ് ശാസ്താവും ശാസ്താവിന്റെ ഇടവും വലമുള്ള രണ്ട് വാമഭാഗമായിരിക്കുന്ന ഭാര്യാസങ്കല്പത്തിലുള്ള രണ്ട് ശക്തികളും, ആ ശക്തികളിൽ നിന്ന് ജനിക്കുന്ന സത്യകനും സത്യകയും ആരാണെന്ന് അറിയുമ്പോഴാണ് അത് നീ തന്നെയാകുന്നു എന്ന് പറയുന്ന തത്വത്തിലേക്ക് നമ്മൾ എത്തുന്നത്.
അവിടെയാണ് ദൈവം എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത്. അപ്പോഴാണ് നമുക്ക് ഈ ഏകദൈവം എന്താണ്, ഏഴാം ആകാശത്തിനുള്ള മുകളിലുള്ള ഏകദൈവം എന്താണെന്ന് അറിയാൻ പറ്റുന്നത്. അപ്പോൾ മാത്രമാണ് ബഹുജൈവികതയ്ക്ക് കാരണമായിരിക്കുന്ന ബഹുദൈവികത എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോഴാണ് ദൈവങ്ങളുടെ അർത്ഥത്തെ നഷ്ടപ്പെടാതെ വിഗ്രഹിച്ച അർത്ഥത്തെ ഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിഗ്രഹങ്ങളെ നമുക്ക് എങ്ങനെയാണ് വിഗ്രഹിച്ച് നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നത്, അതെങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ ബിംബമാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ അതിന്റെ പിന്നിലുള്ള ആ സയൻസിലേക്ക് നമുക്ക് അടുത്ത ദിവസം നമുക്ക് വരാം. വളരെ സന്തോഷം. ഇത് ഇനി അങ്ങ് പറഞ്ഞതുപോലെ പടിപൂജയും 18 പടികളും പൂങ്കാവനങ്ങളും എല്ലാം ബാക്കി കിടക്കുകയാണ്. അപ്പൊ ശബരിമലയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ശബരി പീഠത്തെക്കുറിച്ചും ഈ അയ്യപ്പ ഭക്തന്മാർ ശബരിമല ശാസ്താവിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന്റെ തുടക്കത്തിൽ നിന്നുള്ള നിലയ്ക്ക് തത്വമസി എന്താണെന്ന് പറഞ്ഞു നമ്മൾ തീർന്നിട്ടില്ല. തത്വമസിയിലേക്ക് നമ്മൾ ഇനി കടക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ മാത്രമാണ് അത് നീ തന്നെയാകുന്നു അത് എന്ന് പറയുന്നത് ഏതാണ്, എന്താണ് നീ തന്നെയാകുന്നത്, അത് നീയാകുന്നത് എങ്ങനെയാണ്. തത്വമസിയിലൂടെ അത് നീ തന്നെയാകുന്നു എന്നുള്ള ആ ലയനത്തിലേക്ക് വീണ്ടും നമ്മൾ യാത്ര ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അത് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ദൈവം എന്താണ്, നമ്മൾ വിശ്വസിക്കുന്ന ദൈവം എന്താണ്. നമ്മളുടെ വിശ്വാസം അറിവാകണമെങ്കിൽ, ആ അറിവ് ശാസ്ത്രമാകണമെങ്കിൽ, ആ ശ്രീധർമ്മശാസ്ത്രത്തിൽ നമുക്ക് വിലയം പ്രാപിക്കണമെങ്കിൽ തത്വമസി എന്ന് പറയുന്ന വേദവാക്യത്തിന്റെ തത്വമസ്യാദി വാക്യത്തിന്റെ പൊരുള് നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് ഒരു അരമണിക്കൂറെങ്കിലും നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് ഇതിന്റെ തുടർ ചിന്തയിലൂടെ നമുക്ക് സഞ്ചരിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് മനസ്സിലാകുക നമ്മൾ ആരാണ്. ശങ്കരൻ ചോദിച്ച ചോദ്യവും നമ്മളെല്ലാവരും തിരയുന്ന ചോദ്യവും നീ ആരാണ് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് തത്വമസി. അത് നമുക്കറിയുമ്പോൾ നമുക്ക് മനസ്സിലാകും വേദം പറയുന്നത്, ലോകം പറയുന്നത്, സർവ്വമതങ്ങളും പറയുന്നതിന്റെ പിന്നിലെ പൊരുൾ എന്താണ്. എല്ലാം ഒന്ന് തന്നെയാണ്, എല്ലാം ഒന്ന് തന്നെയാണ്. അറിവ് രണ്ടില്ലല്ലോ, അറിവ് ഒന്നല്ലേ ഉള്ളൂ. അറിവ് ഒന്നേ ഉള്ളൂ.